ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചില ആളുകളുടെ ജീവിത സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ ഒന്നുമല്ല നമുക്ക് തോന്നിപ്പോകും. ഒരു വീടും അതിന് ചുറ്റും 4 സ്ഥലങ്ങളും മതിൽ കെട്ടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വഴി പുറത്തേക്ക് ഇറങ്ങും? അങ്ങനെ ഇറങ്ങാൻ കഴിയാതെ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു വീട്ടമ്മ അനീസ എന്ന് പറഞ്ഞ വിധവയായിട്ടുള്ള വീട്ടമ്മ, കോഴിക്കോട് സ്വദേശിനി, ഇപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പല വാതിലുകളും ഇപ്പോൾ മുട്ടിക്കൊണ്ടേയിരിക്കുക. അതിനുവേണ്ടി പങ്കെടുക്കാത്ത അദാലത്തുകളില്ല, അതുപോലെ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. നമുക്ക് ആ ഉമ്മയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഒന്ന് കാണാം. 9 വർഷമായി അനീസുമ്മ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നതും തിരികെ വരുന്നതും ഇങ്ങനെയാണ്. ഭർത്താവ് മരിച്ചതോടെ തനിച്ചാണ് താമസം. 25 വർഷം മുൻപാണ് സ്ഥലം വാങ്ങിയത്. അന്ന് വീടിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന നടവഴി അയൽവാസി മതിൽ കെട്ടി അടച്ചു. കാരണം അടിയാധാരത്തിൽ അനീസുമ്മയുടെ ഭൂമിയിലേക്ക് മറ്റൊരു അയൽവാസിയുടെ പുരയിടത്തിലൂടെ വഴി നൽകിയിരുന്നു. എന്നാൽ അവരും മതിൽ കെട്ടി അടച്ചതോടെ ആ വഴിയും അടഞ്ഞു. നിലവിൽ വീടിന് പുറകുവശത്തെ മതിൽക്കെട്ട് ഇറങ്ങി ഇല്ലാത്ത വഴിയിലൂടെയാണ് പോയി വരുന്നത്. ഈ വഴിയും ഏത് നിമിഷവും അടച്ചുപൂട്ടാം. മനുഷ്യാവകാശ കമ്മീഷനിലും മുഖ്യമന്ത്രിക്കും പിന്നെ അദാലത്തിലും വനിതാ കമ്മീഷനിലും ഒക്കെ കൊടുത്ത്, പിന്നെ ഓല് പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്താലേ നിങ്ങൾക്ക് ഇതായി കിട്ടുമെന്നാണ്. കേസ് കൊടുക്കാൻ എനിക്ക് ആളില്ല, ഞാൻ സ്വന്തമാണ് ഈ വീട്ടിലുള്ളത്. എന്നെ കൊണ്ട് കേസിലൊന്നും പോകാൻ ചെയ്യാവൂല. അതുകൊണ്ട് പിന്നെ ഞാൻ കേസൊന്നും കൊടുക്കാൻ പോയില്ല. പോകാൻ വരാൻ ബുദ്ധിമുട്ടാണ്. എനിക്കൊരാൾ സാധനം വാങ്ങിക്കൊണ്ട് തരാനില്ല. ഞാൻ തന്നെ പോകണം. സുഖമില്ലാണ്ടായ പുറത്തിറങ്ങാനായില്ല, രാത്രി ഞാൻ പുറത്തിറങ്ങാനായില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അതിന് നടക്കാനും ആളില്ല. ആൺകുട്ടികളില്ല, 2 പെൺകുട്ടികൾ ഞാനും സ്വന്തമാണുള്ളത്. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയൂല. എല്ലാവരും ഇതിൽ പിന്നെ ഇടപെട്ട്, MLA മാരും എല്ലാവരും ഇടപെട്ട് ആരും ഒന്നും ചെയ്ത് തന്നില്ല. എത്രയോ പ്രാവശ്യം MLA അടുത്ത് ഞാൻ പോയി. ഓല് വന്ന് നോക്കിയാവുകയൊക്കെ ചെയ്തത്. ഓലൊക്കെ വന്ന് നോക്കിയാക്കി തരാമെന്നൊക്കെ പറയും. ഇവിടാന്ന് വെച്ചാൽ ഒരാൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പണിയാണ്. ഈ കറണ്ട് ബില്ലുകാർ വന്നാൽ എന്നും ഒടുങ്ങാറാവും. ഓലിങ്ങനെ വിളിക്കും, നിങ്ങളെ വീട് എവിടെയാണ്, അവിടത്തോളം വന്നലേട്ടായില്ല വരേണ്ടത്, വരാൻ വയ്യ കാണില്ല, നിങ്ങളെ വീട് എവിടാന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടായാലോ. ഈ ഉമ്മയുടെ ദൗർഭാഗ്യകരമായിട്ടൊരു അവസ്ഥ നോക്കിയ വിധവയാണ്. 2 പെൺകുട്ടികളാണ് ഉള്ളത്. ചോദിക്കാനോ പറയാനോ ആരുമില്ല. ഇപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ തന്നെ പറയുന്ന കേൾക്കുന്നില്ല, എനിക്ക് കേസ് കൊടുക്കാൻ പോകാൻ ആളില്ല, ഞാൻ അതിന് കേസ് കൊടുക്കുന്നില്ല, എനിക്കാവൂല. അതിൻ്റെ പിറകെ ചുറ്റിത്തിരിയാൻ വേണ്ടിയിട്ട് ആരും ഇല്ല എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. സഹായിക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കളോ ആരും വരുന്നുമില്ല. ഇവരുടെ ഈ ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് അയൽവാസികളെങ്കിലും അതൊരു മനസാക്ഷി എന്ന് പറയുന്നൊരു സംഭവം അതൊന്ന് ഉണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു വഴി തുറന്നു കൊടുത്താൽ മതി. ആധാരത്തിൽ നടവഴിയുണ്ട്, പക്ഷെ പൊതുവഴി ഇല്ലാത്തത് കൊണ്ടാണ് അവനവൻ്റെ സ്ഥലം അവനെനിക്ക് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിട്ട് മുട്ടിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ ഒരു കല്ല് എടുത്ത് മാറ്റി വെച്ചാൽ പോലും നമുക്ക് അതിന് കൂലിയാണ്. അപ്പോൾ ഒരാളുടെ വെള്ളം മുട്ടിക്കുക, വഴി അടക്കുക, ഇതൊക്കെ വലിയൊരു തെറ്റാണ്. നമ്മളിപ്പോൾ ഇന്ന് ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകേണ്ട ആളുകളാണ്. ഇന്ന് കണ്ട നമ്മൾ നാളെ കാണുമോ എന്നുള്ളതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ഇതൊക്കെ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പേരിൽ പറയുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ നിയമത്തിൻ്റെ വഴിയോ നിയമം നമുക്ക് സപ്പോർട്ടാണ് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ മനുഷ്യന്മാരല്ലേ, കുറച്ചെങ്കിലും നമ്മളത് കാണണ്ടേ. ഇവിടെ ഈ അവസ്ഥയൊന്ന് കാണണ്ടേ. ഒരു ചെറിയൊരു സ്ഥലം അങ്ങ് കൊട്ടിയടച്ചത് കൊണ്ട് എന്ത് ലാഭമാണ് വരാനുള്ളത്? ഒരു ലാഭവും ഉണ്ടാവില്ല. ഇവരിപ്പോൾ സ്കൂട്ടർ പോകണം, കാറ് പോകണം അങ്ങനെയൊന്നല്ല പറയുന്നത്. അവർക്ക് നടക്കാനുള്ളൊരു വഴി, ഇപ്പോൾ പോസ്റ്റ്മാൻ അയക്കഴിഞ്ഞാലും കറണ്ട് ബില്ല് കൊണ്ടുവരുന്ന ആളയക്കഴിഞ്ഞാലും ഒക്കെ വരുന്ന ടൈമിൽ ആളുകൾ ചോദിക്കും, നിങ്ങളെ വീട് കാണുന്നില്ലല്ലോ, വഴിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയുടെ പോകുന്ന കാണുമ്പോൾ വിഷമം തോന്നിപ്പോകുന്നു. പിന്നെയും ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ നല്ലൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ സന്തോഷിക്കുന്നത്, സമാധാനിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. ഒരു വീട്ടിനുള്ളിൽ തന്നെ നിൽക്കേണ്ട ഒരവസ്ഥ. പുറത്ത് രാത്രിയൊക്കെ ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, മതിലൊക്കെ ചാടിക്കടന്നിട്ടൊക്കെ ഇറങ്ങുക ഈ ഉമ്മ. എന്തൊരു സങ്കടമാണെന്നറിയോ. ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം തീരുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗം അങ്ങ് തുറന്നു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അവരിപ്പോൾ പോകുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, ഈ മതിൽ ചാടിയിട്ട് പോകുന്ന ഈ ഒരു വഴി, ആ വഴി കൂടി അവരും കൂടെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എന്താ ചെയ്യും? മക്കളെയും കൊണ്ട് ഈ ഉമ്മ എന്ത് ചെയ്യാനാണ്? മൃഗങ്ങൾക്ക് പോലും നമ്മൾ വെള്ളം കൊടുക്കുകയും അതുപോലെ അതിനെയൊക്കെ പരിചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടും ഒരു ആൾക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാലോചിക്കുമ്പോഴാണ് നമുക്കൊക്കെ ആശ്ചര്യം തോന്നുന്നത്. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണെന്നെല്ലാം ചിന്തിക്കുമ്പോഴാണ് എത്ര ആളുകൾ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഒരു ഉമ്മ 2 മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുക, അതിൻ്റെ ഉപരി ഇവർക്ക് നടക്കാൻ പോലും ഒരു വഴിയില്ലാതെയുള്ള ഈ ഒരു പ്രശ്നം കണ്ടിട്ടും അതിന് നേരെ കണ്ണടക്കുന്നത് ആലോചിക്കുമ്പോഴാണ്. നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അയൽവാസികളിപ്പോൾ സ്ഥലം കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ നിന്റെ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടി കഴിയാനൊന്നും അവർക്കാവില്ല.
അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിയമപാലകരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് അയൽവാസികൾ തന്നെ പരസ്പരം സഹകരിച്ചിട്ട് ഒത്തൊരുമയോട് ചെയ്തു പോകേണ്ട കാര്യമാണ്. ഇനി ആരുടെയും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പുറത്തും ക്ഷമിച്ചു ചെറിയൊരു വഴി അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഒരു വഴിയൊക്കെ മുട്ടിച്ചതിനാൽ നമ്മളൊക്കെ പഠിച്ചതിലെ വലിയ ശിക്ഷ തന്നെയാണ്. ചെറിയ കുറ്റമൊന്നുമല്ല ഇത്. വെള്ളം മുട്ടിച്ചാൽ, വഴി തടസ്സം ഉണ്ടാക്കിയാൽ, കല്യാണം മുടക്കിയാൽ, ഇതൊക്കെ വലിയൊരു കുറ്റം തന്നെ നമുക്കൊക്കെ. അപ്പോൾ ഇവരുടെ ഈ ഒരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ അവർ അത്രക്കും ഗതികെട്ടുകൊണ്ടാണ് മീഡിയയിലൊക്കെ കൊടുക്കുന്നത്. കേസും കാര്യങ്ങളുമായിട്ട് പോകാൻ വേണ്ടി ഇവർക്ക് വയ്യാത്തതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഉമ്മയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെയധികം പരിതാപകരമായിട്ടൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ വഴി ആരാണോ കൊടുക്കേണ്ടത് അവർ കുറച്ചൊരു വഴി നടപ്പാത അതൊന്ന് അവർക്ക് അനുവദിച്ച് കൊടുക്കട്ടെ. അതിനുള്ളൊരു മനസ്സ് അവർക്ക് പടച്ചവൻ കൊടുക്കട്ടെ.